ഏകീകൃത കുർബാനയിൽ നേരത്തെ പുറപ്പെടുവിച്ച അന്ത്യശാസനത്തിൽ സിറോ മലബാർ സഭ ഇളവ് അനുവദിച്ചു. ജൂലൈ 3 മുതൽ ഞായറാഴ്ചകളിലും പ്രധാന ദിനങ്ങളിലും ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ച പ്രകാരം അർപ്പിക്കണമെന്ന് സഭാ നേതൃത്വം. ഇങ്ങനെ ചെയ്യാത്ത വൈദികർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഇപ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്? സിനഡ് നിർദ്ദേശിച്ചിരിക്കുന്ന തരത്തിലുള്ള കുർബാന അർപ്പിച്ചില്ല എങ്കിൽ ജൂലൈ മാസം 3-ാം തീയതി മുതൽ ഇത്തരത്തിൽ കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് രണ്ടാഴ്ച മുൻപ് സഭാ നേതൃത്വം സർക്കുലർ പുറപ്പെടുവിച്ചത്. ഇത്തരത്തിൽ കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തായതായി കണക്കാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് വൈദികരുടെ ഭാഗത്തു നിന്നും നിരവധി ബിഷപ്പുമാരുടെ ഭാഗത്തു നിന്നും ഈ തീരുമാനം പുനരാലോചിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായി. കഴിഞ്ഞ ദിവസം സിനഡ് യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്തു. ഇതേ തുടർന്ന് ജൂലൈ മാസം 3-ാം തീയതി മുതൽ എല്ലാ പള്ളികളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ചകളിൽ ഒരു തവണയെങ്കിലും സിനഡ് നിർദ്ദേശിച്ചിരിക്കുന്ന തരത്തിലുള്ള കുർബാന അർപ്പിക്കണം. എന്നാൽ ഈ തീരുമാനം പൂർണ്ണമായും പിൻവലിച്ചിട്ടുമില്ല. അതായത് പൂർണ്ണമായും ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കേണ്ടത് എന്ന് മുതൽക്കാണ് എന്നുള്ള തീരുമാനം ഇനി ചേരുന്ന സിനഡിൽ തീരുമാനമാകും. താൽക്കാലികമായി ഒരു ഇളവാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇളവ് നൽകാൻ സഭാ നേതൃത്വത്തിന് സാധിക്കുമെന്ന് മാർപ്പാപ്പ സർക്കുലറിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജൂലൈ മാസം 3-ാം തീയതി മുതൽ പൂർണ്ണമായും ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു നിലപാടിന് താൽക്കാലികമായ ഒരു ഇളവ് നൽകിയിരിക്കുന്നത്. ഞായറാഴ്ചകളിൽ ഏതെങ്കിലും ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ചിരിക്കുന്ന തരത്തിൽ അർപ്പിക്കുകയാണെങ്കിൽ തൽക്കാലം അവർക്ക് നടപടിയിൽ നിന്ന് ഒഴിവാകാം. പിന്നീട് സഭാ നേതൃത്വം തീരുമാനിക്കുന്ന മുറയ്ക്ക് പൂർണ്ണമായും ഏകീകൃത കുർബാന എന്ന് മുതൽ വേണമെന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുകയും ചെയ്യും.